Good morning to all my dear students. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഗ്രി തേർഡ് സെമസ്റ്റർ സെക്കൻഡ് ഇയേഴ്സ് വിദ്യാർത്ഥികൾ പഠിക്കുന്ന തേർഡ് സെമ്മിലെ ബിസിനസ് റെഗുലേഷൻ അഥവാ നമ്മൾ ചുരുക്കി സ്നേഹത്തോടുകൂടി വിളിക്കുന്ന ലോ എന്ന് പറയുന്ന സബ്ജക്റ്റാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെയും സെക്കൻഡ് ഇയേഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളെയും ഇനി സപ്ലി പേപ്പറുള്ള അതായത് ബാക്ക് പേപ്പർ ഏതെങ്കിലും ഉള്ള കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ക്ലാസ്സിൽ കയറാൻ പറ്റാത്തത് കൊണ്ടോ ഏതെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് കൊണ്ടോ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊന്ന് ഓവർകം ചെയ്തെടുത്ത് പാസ്സാവാനുള്ള ചെറിയൊരു വഴിയാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. നമുക്കറിയാം ബിസിനസ് റെഗുലേഷൻ എന്നാണ് പറയുന്നത്. നമ്മൾ ബിസിനസ് റെഗുലേഷൻ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിനെ ലോ എന്നാണ് പറയുന്നത് അല്ലേ. ഇപ്പം ഇന്ന് ഈ അവർ ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ലോ ആണെന്നാണ് പറയാറ്. ഇന്ന് എന്താ എക്സാം എന്ന് ചോദിച്ചാൽ കുട്ടികൾ ലോ എന്നാണ് പറയുന്നത്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ലോ എന്നല്ല, നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് ബിസിനസ് റെഗുലേഷൻസ് എന്നാണ്. പക്ഷേ നമ്മളിതിൽ പഠിക്കുന്നത് ഒരുപാട് നിയമങ്ങളാണ്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരുപാട് നിയമങ്ങൾ പഠിക്കുന്നത് കൊണ്ടാവാം പഠിക്കുന്ന ആളുകളും പഠിപ്പിക്കുന്ന ആളുകളും നമ്മുടെ സബ്ജക്റ്റിനെ ചുരുക്കി ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടതും എന്താണ് ലോ എന്നാണ് അല്ലേ. എന്താണ് ലോ? ലോ എന്ന് പറഞ്ഞാൽ നിയമമാണെന്നറിയാം അല്ലേ. അതായത് നമ്മൾ അനുസരിക്കേണ്ടതായ ഒരു എന്തോ ആണ്, നിയമമാണ് അല്ലേ. അത് തന്നെയാണ് ലോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ ഏത് രാജ്യത്തെ സിറ്റിസൺ ആണെങ്കിലും ആ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമ്മൾ അനുസരിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. നമുക്കറിയാവുന്നതാണെങ്കിലും അറിയാത്തതാണെങ്കിലും ഒരുപാട് നിയമങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. അതെല്ലാം അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമത്തിൻ്റെ ഇതിൽ ഒരു എക്സ്ക്യൂസും കിട്ടില്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമുക്കുള്ള റെസ്പോൺസിബിലിറ്റി ഭയന്നിട്ടാണ് നമ്മൾ നിയമങ്ങൾ പലതും ശ്രദ്ധിക്കാതെ വിടുന്നത് നമ്മൾ. പക്ഷേ ഒരു റെസ്പോൺസിബിലിറ്റി ഒരാൾക്കുണ്ടെങ്കിൽ ആ നിയമം അനുസരിച്ച് നമുക്കൊരുപാട് റൈറ്റ്സും ഉണ്ട്. നമുക്ക് ഒരുപാട് റൈറ്റ്സും എന്തൊക്കെ എവിടെ നിന്നൊക്കെ നമുക്ക് അവകാശങ്ങളുണ്ട് എന്നുള്ളതും അതിലടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോ എന്താണ് അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്നും അറിയാൻ പറ്റും, നമുക്ക് എവിടെയൊക്കെ റൈറ്റ്സ് ഉണ്ട് എന്നും അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് കടക്കാം. ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളുടെ കയ്യിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അഥവാ ടെക്സ്റ്റ് ബുക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു വന്നിരുന്നാൽ മതി. ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ നോക്കുന്നത്. ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഈസ് എ വൈറ്റൽ എലമെന്റ് ഇൻ കൊമേഴ്ഷ്യൽ ഓർഗനൈസേഷൻസ് to take any business decision, awareness of the important provisions of the Law of Contract, Sale of Goods Act, Consumer Protection Act, Competition Act, etc. It must for every entrepreneur worth the name. അതായത് ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മൾ ബിസിനസ്സിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏണിങ് പ്രോഫിറ്റാണ് അല്ലേ. പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ബിസിനസ് ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യാനാണ്. ഫിനാൻസ് ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്കറിയുന്നത് പോലെ തന്നെ ഏതൊരു എൻട്രപ്രണറും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. അതായത് അയാളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സംരംഭം മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അയാൾക്ക് എന്തെല്ലാം അവകാശങ്ങളുണ്ട്, തിരിച്ച് അയാൾ സൊസൈറ്റിനോട് എന്തെല്ലാം റെസ്പോൺസിബിലിറ്റീസ് കീപ്പ് ചെയ്യേണ്ടത് ഉണ്ട്. അതായത് എന്താണ് കോൺട്രാക്ട്, ലോ ഓഫ് കോൺട്രാക്ട് എന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് എന്താണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണ്, കോമ്പറ്റീഷൻ ആക്ട് എന്താണ്, ഇതെല്ലാം അയാൾ എന്ത് ചെയ്തിരണം അറിഞ്ഞിട്ട് ഉണ്ടാകണം. അല്ലാതെ എന്താണ് നമ്മൾ എന്തെങ്കിലും ഇനി ഭാവിയിൽ നമ്മൾ പറയുകയാണ് എന്താണ് ലോയിന് നമുക്ക് അറിയില്ലായിരുന്നു, നമ്മൾ എന്തെങ്കിലും തെറ്റിൽ ചെന്ന് പെട്ടിട്ട് നമ്മൾ പറയായിരുന്നു ലോ നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ പറയുന്നുണ്ട് ഇഗ്നോറൻസ് ഓഫ് ദ ലോ പ്രൊവൈഡ്സ് നോ എക്സ്ക്യൂസ് ഫോർ ദ ലോ ബ്രേക്കർ. നമ്മൾ അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എക്സ്ക്യൂസും കൊണ്ട് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു കൺസിഡറേഷനും അവിടെ നിന്ന് കിട്ടില്ല. അപ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രണറെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നിയമങ്ങൾ അദ്ദേഹം അറിഞ്ഞിരിക്കണോ അത് മുഴുവനായി അദ്ദേഹം അറിഞ്ഞിട്ട് വേണം ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാനായിട്ട്.
കാരണം ഈ നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ഒരുപാട് നിയമങ്ങളുടെ ഒരു ചട്ടക്കൂടിലാണ്. നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായൊരു ധാരണ നമുക്ക് ഉണ്ടാവണം. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ ലോ എന്ന് പറയുന്നൊരു സംഭവം ഇല്ലെങ്കിൽ നമ്മളെല്ലാം നമുക്ക് തോന്നിയ പോലെ ആയിരിക്കും ജീവിക്കുന്നത്. നമുക്കൊരു ഭയമുണ്ട്, ഞാനൊരു തെറ്റ് ചെയ്താൽ അതിന് ചോദിക്കാൻ ഒരു അതോറിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, പല തെറ്റുകളിൽ നിന്നും നമ്മൾ തെറ്റുകളിലേക്ക് പോകാൻ മുതിരാതെ നമ്മളത് വേണ്ടാന്ന് വെക്കുന്നത്. അത് ആ ഭരണം നല്ല രീതിക്ക് പോകാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരുപാട് ലോസും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം എന്ത് ചെയ്യണത്, ഈ അതോറിറ്റീസുകൾ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ലോ ഈസ് എ റൂൾ ഓഫ് കണ്ടക്ട് ഇമ്പോസ്ഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ സൊവേറിയൻ. അറിയാം അല്ലേ, നമ്മുടെ നാട്ടിലെ ഭരണം നല്ല രീതിയിൽ പോകണമെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ആക്കിയെടുക്കണം. നമ്മൾ ഉപദേശങ്ങളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ റെഡിയുള്ള ആളുകളല്ല. നമ്മൾ ഒരാൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഞാനത് മൈൻഡ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ നമ്മളത് വിടും. പക്ഷേ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ ഒരു നിയമം എന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യും, അനുസരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ ടൂ വീലർ ഓടിച്ച് പോകുകയാണ്. അപ്പോൾ എന്നോട് മാത്രമായിട്ടൊരു അതോറിറ്റി ഒരു പോലീസ് ഓഫീസർ ആവട്ടെ, അല്ലെങ്കിൽ ആ അധികാരത്തിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ആവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആരെങ്കിലും ആവട്ടെ, എന്നോട് മാത്രം പറയുകയാണ് ഹെൽമെറ്റ് ധരിക്കണം. നിങ്ങൾ 3 പേര് വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ 3 പേരും ഹെൽമെറ്റ് ധരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഓക്കെ പറയും. ഞാൻ നോക്കും മറ്റുള്ളവരെല്ലാം അനുസരിക്കുന്നുണ്ടോ, ഇല്ല. എല്ലാവരും അനുസരിക്കുന്നില്ലെങ്കിൽ ഞാനും എന്ത് ചെയ്യും, എനിക്ക് അനുസരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ഞാൻ എത്തും. ഞാനത് യൂസ് ചെയ്യില്ല. നേരെ മറിച്ചൊരു നിയമം വരികയാണ്. ഇപ്പോൾ നിയമം വന്നിട്ടുണ്ട് അല്ലേ, ടൂ വീലറിൽ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്തോളണം, നിർബന്ധമായും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. അതൊരു നിയമത്തിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിയപ്പോൾ നമുക്ക് ഭയമാണ് അല്ലേ. വെച്ചില്ലെങ്കിലും നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകും. കാരണം അങ്ങനൊരു നിയമം ഇന്ന് പ്രാബല്യത്തിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ നിയമത്തെ ഭയന്നാൽ മാത്രമേ കാര്യങ്ങൾ നല്ല രീതിക്ക് പോകുകയുള്ളൂ എന്നുള്ളത് നമ്മളെ ഭരണത്തിലിരിക്കുന്ന ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ലോസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം അവർ മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം, ലോ സബ്ജക്റ്റാണ് പഠിക്കുന്നത്. നമ്മളതിൽ ലോ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ലോ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് നിയമങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോ എന്ന് പറയുന്നത്. അപ്പോൾ ലോയിനെ നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അതായത് നാഷണൽ ലോ ഉണ്ട്, ഇൻ്റർനാഷണൽ ലോ ഉണ്ട്. നാഷണൽ ലോയിനെ തന്നെ പബ്ലിക് ലോ എന്നും പ്രൈവറ്റ് ലോ എന്നും അങ്ങനെ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് നാഷണൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാഷണൽ ലോ ഈസ് കോൾഡ് സ്റ്റേറ്റ് ലോ ഓർ മുനിസിപ്പൽ ലോ. ലോസ് ആപ്ലിക്കബിൾ വിത്തിൻ ദ സ്റ്റേറ്റ് ഈസ് കോൾഡ് മുനിസിപ്പൽ ലോ, വിച്ച് ഈസ് അഗെയിൻ ഡിവൈഡഡ് അണ്ടർ 2 ഹെഡ്സ്. നമുക്കറിയാം നാഷണൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ലോ എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റേറ്റ് ലോ അല്ലെങ്കിൽ മുനിസിപ്പൽ ലോയിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാഷണൽ ലോ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്റ്റേറ്റിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൽ നടക്കുന്ന കാര്യങ്ങളാവണമെന്നില്ല അതർ സ്റ്റേറ്റിൽ നടക്കുന്നത്. അവിടെ വേറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അപ്പം നമ്മൾ എന്താണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മുനിസിപ്പൽ ലോ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ധാരണ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ അതോറിറ്റിയിലിരിക്കുന്ന ആളുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോയാണ് നമ്മുടെ മുനിസിപ്പൽ ലോ അഥവാ സ്റ്റേറ്റ് ലോ. നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മളെ അറിയിക്കുന്നതാണ്. അതിനെ തന്നെ നമ്മൾ പബ്ലിക് ലോ, പ്രൈവറ്റ് ലോ എന്ന് തിരിച്ചിട്ടുണ്ട് അല്ലേ. പബ്ലിക് ലോ അപ്ലൈസ് ടു ദ സ്റ്റേറ്റ് ആൻഡ് ദ പീപ്പിൾ റിസൈഡിങ് ഇൻ ദ സ്റ്റേറ്റ്. ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ് ഓൾസോ ഡിസൈഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ആൻഡ് ദ സബ്ജക്റ്റ് ഇൻ ദ സ്റ്റേറ്റ്. വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്യാണ് പബ്ലിക് ലോയിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, ക്രിമിനൽ ലോ. അതായത് ഒരു സ്റ്റേറ്റിൽ നടത്തേണ്ട കാര്യങ്ങൾ, ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ എങ്ങനെ വേണം ഭരണം, അതിൽ ആളുകൾക്ക് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, എന്തൊക്കെ അവർക്ക് ചെയ്യാം, എന്തൊക്കെ അവർ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളായിരിക്കും ആ ലോയിൽ അവരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. നമുക്കിവിടെ നോക്കാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ നേച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ ഗവൺമെൻറ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ നേച്ചർ എങ്ങനെയാണ്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, നമ്മൾ ആരോടൊക്കെ റെസ്പോൺസിബിൾ ആണ്, നമ്മൾ ആരോടൊക്കെ അക്കൗണ്ടബിൾ ആണ്, നമ്മൾ എന്തെല്ലാം ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നെല്ലാം നമുക്കൊരു ഭരണഘടന ഉണ്ടാവുമല്ലോ. ഒരു മെയിൻ ഭരണഘടന പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഉള്ളിലും ഉണ്ടാവും സ്റ്റേറ്റിലുള്ള ആളുകൾ ഒബേ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ലോ ഡിസൈഡ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ, limits of their power, methods and procedures of administration and the methods of controlling their power through legal measures.
നമുക്കറിയാം അല്ലേ, നമുക്കൊരു സ്ഥാപനത്തിൽ ചെന്നാൽ അറിയാം ഒരു പവറിലിരിക്കുന്ന ആൾക്ക്, ഒരു അതോറിറ്റിയിൽ ഇരിക്കുന്ന ആൾക്ക് എത്രത്തോളം പവറുകളുണ്ട്, അദ്ദേഹത്തിന് എത്രത്തോളം റൈറ്റുകളുണ്ട്, അദ്ദേഹത്തോട് എങ്ങനെ സംസാരിക്കണം, അദ്ദേഹത്തിന് എന്തിനൊക്കെയുള്ള കൺട്രോളുകളുണ്ട്, അതെല്ലാം സ്പെസിഫൈ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ലോയിൽ പറയുന്നത്. അതായത് എന്താണ് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ. ഓരോ അഡ്മിനിസ്ട്രേഷൻസിന് എന്തെല്ലാം പവേഴ്സ് ഉണ്ട്, അവർക്ക് എന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെയാണ് അതിൽ സ്പെസിഫൈ ചെയ്യുന്നത്. ആൻഡ് ക്രിമിനൽ ലോ clear cut definition of offenses and chalk out punishment for breaking the law, specifying the nature and period of punishment. നമുക്കറിയാം അല്ലേ, നമുക്ക് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേഷൻ ലോ അറിയണമെന്നില്ല. എന്നിരുന്നാലും ഏതൊരു സാധാരണക്കാരനും അറിയാം ഒരു ക്രിമിനൽ ലോ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ട്. നമ്മുടെ പബ്ലിക് പോളിസിയിൽ വരുന്നതാണ്. എല്ലാവർക്കും തുല്യമായി അനുസരിക്കേണ്ട, ആര് ചെയ്താലും തുല്യമായി ശിക്ഷ ലഭിക്കുന്ന, ആര് ചെയ്താലും ഈക്വൽ പണിഷ്മെൻറ്റ് കിട്ടുന്ന ഒരു മാറ്ററാണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. അതായത് ചെയ്യാൻ പാടില്ല, ലോ പറയുന്ന, ലോ ഫോർബിഡൻ ചെയ്ത് ഒരു പ്രവർത്തനം നമ്മൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതാര് ചെയ്താലും അവർ നിയമത്തിൻ്റെ മുമ്പിൽ എന്താണ് കുറ്റവാളികൾ ആണ്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എന്താണ് പണിഷ്മെൻറ്റുകളും എന്തൊക്കെയാണ്, അവർ ചെയ്യേണ്ട ഫർദർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്നൊക്കെയാണ് അതിലെന്താണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പബ്ലിക് ലോയിൽ പറയുന്നത്. ഇനി പ്രൈവറ്റ് ലോ എന്ന് പറയുമ്പോൾ ഗവേൺസ് ദ റിലേഷൻ ഓഫ് സിറ്റിസൺ വിത്ത് വൺ അനദർ. നമുക്ക് ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഒരാളോട് നമ്മൾ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമുക്ക് സ്വയം അറിയാം. ഇറ്റ് ഓൾസോ കൺട്രോൾ ദ റിലേഷൻഷിപ്പ് പുട്ടിംഗ് ലിമിറ്റ്സ് ബിയോണ്ട് വിച്ച് ഇൻഡിവിജ്വൽസ് കനോട്ട് ഗോ. When a dispute arises among private individuals, the state intervenes and decides who is right and what is wrong. അപ്പോൾ നമുക്കറിയാമല്ലേ, നമ്മൾ പരസ്പരം രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഒരു കോൺഫ്ലിക്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ആരുടെ ഭാഗമാണ് ശരിയെന്ന് നോക്കും. എന്നിട്ട് ശരിയായ ആളുടെ ഭാഗത്ത് എന്താണ് അയാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, മറ്റാളുടെ ഒപ്പീനിയൻ നമ്മൾ എന്താണ് റിജക്റ്റ് ചെയ്ത് നമ്മളൊരു തീരുമാനം എടുക്കും. അത് ഇൻഡിവിജ്വൽസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഉള്ളതാണ് എന്ത് പറയുന്നത് പ്രൈവറ്റ് ലോ എന്ന് പറയുന്നത്. പ്രൈവറ്റ് ലോ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ദ ലോ ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്നു, ലോ ഓഫ് പ്രോപ്പർട്ടിയുടെ ഇടയിൽ വരുന്നത്, ലോ ഓഫ് ഡെലിഗേഷൻസ്, കോൺഫ്ലിക്ട്സ് ഓഫ് ലോ, കോൺട്രാക്ട്സ്, കോസി കോൺട്രാക്ട് ആൻഡ് ടോർട്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൈവറ്റ് ലോയിൽ പറയുന്നത്. ദെൻ വീണ്ടും നമ്മൾ പറഞ്ഞു ക്ലാസിഫിക്കേഷൻ ഓഫ് ലോനെ നാഷണൽ ലോ എന്നും ഇൻ്റർനാഷണൽ ലോ എന്നും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആ നാഷണൽ ലോയിൽ വരുന്നതാണ് പബ്ലിക് ലോയും പ്രൈവറ്റ് ലോയും. പബ്ലിക് ലോയിനെ വീണ്ടും അഗെയിൻ ക്ലാസിഫൈ ചെയ്യുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, അഡ്മിനിസ്ട്രേഷൻ ലോ ആൻഡ് ക്രിമിനൽ ലോ. പിന്നെ വരുന്നതാണ് ഇൻ്റർനാഷണൽ ലോ. പബ്ലിക് ഇൻ്റർനാഷണൽ ലോ ഉണ്ട്, പ്രൈവറ്റ് ഇൻ്റർനാഷണൽ ലോ ഉണ്ട്. അതായത് സ്റ്റേറ്റ്സുകൾ തമ്മിൽ വിത്തിൻ ദ സ്റ്റേറ്റ് വരുമ്പോൾ എന്തായത് പബ്ലിക്കായി, അതായത് നാഷണലായി ഔട്ട് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എന്താണ് ബിറ്റ്വീൻ സ്റ്റേറ്റ്സുകൾ തമ്മിലാവുമ്പോൾ അതെന്താണ് ഇൻ്റർനാഷണൽ ലോയിലേക്ക് അത് പോവുകയാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് ഇതൊന്നും സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. എന്നിരുന്നാലും ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കാം, ലോയിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ഒബേ ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലോയിനെ ഫോളോ ചെയ്തിട്ടുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ എന്താണ് കുറച്ച് ലോസുകൾ ഇവിടെ എന്താണ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോ ഈസ് ലാർജ്ലി ബേസ്ഡ് ഓൺ ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ. അതായത് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്ത്യൻ മെർക്കൻറ്റൈൽ ലോ നിലനിൽക്കുന്നത്. ദ സോഴ്സസ് ഓഫ് ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ, അപ്പോൾ ഇംഗ്ലീഷ് മെർക്കൻറ്റൈൽ ലോ എങ്ങനെയാണ് ഉണ്ടായത്, അവിടുത്തെ ഒറിജിൻ എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ അതിൻ്റെ സോഴ്സസ് ആണ് പറയുന്നത്. കോമൺ ലോ പറയുന്നുണ്ട്, ഇക്വിറ്റി പറയുന്നുണ്ട്, സ്റ്റാറ്റ്യൂട്ട് ലോ പറയുന്നുണ്ട്, പ്രസിഡൻറ്റ് പറയുന്നുണ്ട്, കസ്റ്റംസ് ആൻഡ് യൂസേജ് പറയുന്നുണ്ട്, ലോ ഓഫ് മെർച്ചൻറ്റ് അങ്ങനെ പറയുന്നുണ്ട്. അതായത് അവരെങ്ങനെയാണ് സ്വയം ഒരു ലോ ഉണ്ടാക്കിയെടുത്തത്. അതായത് കോമൺ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അൺറിട്ടൺ ലോയാണ്, അത് എഴുതി വെച്ചിരിക്കുന്ന ഒരു ചാർട്ടർ ഒന്നും ഇല്ല അതിന്. അതായത് ഓരോ ജനറേഷൻ ഇപ്പം ഞാൻ എന്താണ് ഫോളോ ചെയ്യുന്നത് ഞാൻ അതെൻ്റെ കുട്ടികൾക്ക് എന്താണ് പറഞ്ഞു കൊടുക്കുകയാണ്, അവർ വീണ്ടും അവരുടെ അങ്ങനെ കൈമാറി പോകുകയാണ്. അതൊരു കോമൺ ലോ, ഒരു അൺറിട്ടൺ ലോ ആണ്. എന്തായിരുന്നോ നമ്മുടെ ജനറേഷൻ ഫോളോ ചെയ്തിരുന്നത് അത് ഹാൻഡ് ഓവർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് വീണ്ടും അത് ഫോളോ ചെയ്ത് വരികയാണ്. അങ്ങനെ അതൊരു നിയമമായിട്ട് മാറുകയാണ്. ഇങ്ങനെ ചെയ്യണം, അതങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മളിനി അങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിൽ വരികയാണ്.
ദെൻ കസ്റ്റംസ് ആൻഡ് യൂസേജ്. നമുക്കറിയാം അല്ലേ, കസ്റ്റംസ് അതായത് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ എന്താണ് കസ്റ്റംസ് നോക്കിക്കൊണ്ട്, അതായത് നമുക്കറിയാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു മാരേജ് നടക്കുമ്പോൾ നമ്മൾക്കൊന്ന് കണ്ണടച്ച് ആലോചിക്കാം, ഹിന്ദു കസ്റ്റംസിലുള്ള ഒരു മാരേജ് എങ്ങനെയാണ്, മുസ്ലിം കസ്റ്റംസിലുള്ള ഒരു മാരേജ് എങ്ങനെയാണ്, ക്രിസ്ത്യൻസിൻ്റെ മാരേജ് എങ്ങനെയാണ്, നമുക്കൊന്ന് കണ്ണടച്ച് നോക്കിയാൽ ആ ബ്രൈഡിൻ്റെ ഒരു രൂപം നമ്മുടെ മനസ്സിൽ വരും. അതെന്താണ്, ഒരു ഇതിലും ഫോർമാറ്റിലും ഒരു ചാർട്ടറിലും അത് പറയുന്നില്ല ആ ബ്രൈഡിനെ അങ്ങനെ ഒരുക്കിയെടുത്ത് കല്യാണത്തിന് കൊണ്ടുവരണമെന്ന്. പക്ഷെ അതെന്താണ്, ഓരോ ആളുകൾ ഫോളോ ചെയ്ത് വന്ന് നമ്മളതെന്താണ് കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോവാണ്. അല്ലാതെ ഒരു റെക്കോർഡ്സും അതിന് നമ്മൾ കീപ്പ് ചെയ്യുന്നില്ല. നമ്മുടെ കസ്റ്റം അതാണ് ഫോളോ ചെയ്തത്, അത് നമ്മൾ വീണ്ടും കസ്റ്റംസ് എന്താണ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അതാണ് കസ്റ്റംസ് എന്ന് പറയുക, കസ്റ്റംസ് ആൻഡ് യൂസേജ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റ്യൂട്ട് ലോ എന്ന് പറയുമ്പോൾ അവിടെ നിയമപരമായിട്ടാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ലോ, നമുക്കിപ്പോൾ ഒരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആക്ട് പാസ്സാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, പാർലമെൻറ്റിൽ ഇരുസഭകളും കാര്യങ്ങൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കും. അത് രണ്ട് സഭകളും അംഗീകരിച്ചു കഴിഞ്ഞാൽ, പ്രസിഡന്റിന്റെ കൺസെന്റ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അത് പാസ്സായി വരുന്നത്. അങ്ങനെ പാസ്സായി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ട് ലോ എന്ന് പറയുന്നത്. ദെൻ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ അതിൻ്റെ കാര്യകാരണ ഫലങ്ങൾ എടുക്കും. കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻ എടുത്തിട്ട് അതിലേതാണോ ജസ്റ്റ് എന്ന് നമുക്ക് തോന്നുന്നത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അത് ഫോളോ ചെയ്ത് പോവാണ്. ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അന്ന് എന്താണ് ഒരു തീരുമാനം എടുത്തത്, ആ തീരുമാനത്തിനനുസരിച്ചുള്ളൊരു ഡിസിഷൻ തന്നെ നമ്മൾ ഇന്നും ഫോളോ ചെയ്യും. അങ്ങനെ ആ ഇക്വിറ്റി ജസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നിയമം കണ്ടിന്യൂ ചെയ്ത് പോകുകയാണ്. കാരണം അതാണ് ന്യായം എന്നുള്ള രീതിയിൽ നമ്മൾ എന്താണ് ഇനിയുള്ള ഭാവി, ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും അത് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകും. പിന്നെ പറയുന്നത് പ്രിസിഡൻസ് പറയുന്നത് ദ പാസ്റ്റ് ജുഡീഷ്യൽ ഡിസിഷൻ ഓഫ് കോർട്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വിറ്റി നമ്മൾ പറഞ്ഞു, ജസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതനുസരിച്ച് ഫോളോ ചെയ്ത് പോകുന്നത്. അതായത് ഇനിയും ഭാവിയിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, ഇതിന് മുന്നേ പ്രാവശ്യം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ എന്താണ് തീരുമാനം എടുത്തത്, ആ തീരുമാനത്തിനനുസരിച്ച് തന്നെ ഇനി എന്ത് ചെയ്യും, ഭാവിയിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്ത് പോകും. അപ്പോൾ അതൊരു ലോ ആയിട്ട് മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് ലോയിൽ ഒരു മെർക്കൻഡൈൽ ലോ അവർ ക്രിയേറ്റ് ചെയ്തെടുത്തത്. അതായത് അവരുടെ പൂർവികർ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെ കസ്റ്റം അനുസരിച്ച് അവരെന്താണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെ എന്താണ് സ്റ്റാറ്റ്യൂട്ട് അനുസരിച്ച് അവരെന്താണോ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇക്വിറ്റി അനുസരിച്ച് അവരെന്താണോ ഒബേ ചെയ്തു പോയിരുന്നത്, അതിൻ്റെ ബേസിലാണ് അവരൊരു മെർക്കൻഡൈൽ ലോ മെയിൻറ്റെയിൻ ചെയ്തെടുത്തത്. ആ മെർക്കൻഡൈൽ ലോയിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ ലോയും നമ്മൾ എന്താണ് ഫോളോ ചെയ്ത് പോകുന്നത്. ഇതൊന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ഇനി ചോദിച്ചുകൂടാനില്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്താണ് ലോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോ ക്രിയേറ്റ് ചെയ്യുന്നത്. ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നിയമമാണ്. എന്തിനാണ് നിയമം, നമ്മൾ അനുസരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അനുസരിക്കുന്നത് എങ്ങനെയാണ് തിരിച്ചിട്ടുണ്ട്. അതായത് പബ്ലിക് ലോ ഉണ്ട്, പ്രൈവറ്റ് ലോ ഉണ്ട്. അതായത് നമ്മളെങ്ങനെയൊക്കെ എവിടെയൊക്കെ സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, നമ്മുടെ പേഴ്സണലായിട്ട് വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, സ്റ്റേറ്റുകൾ തമ്മിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നിയമം അനുസരിച്ച് പോകണം. അപ്പോൾ നമ്മുടെ ബിസിനസ് റെഗുലേഷനിൽ നമുക്ക് പഠിക്കേണ്ടത് ലോ എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മുടെ മെയിൻ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 ആണ്. അപ്പോൾ അതാണ് നമുക്ക് ഫോക്കസ് ചെയ്ത് പോകേണ്ടത്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ ലോ എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. താങ്ക് യു.